സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എന്താണ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അഥവാ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റീൻ്റെ ഒരു ഇംഗ്ലീഷ് ലോ പ്രകാരം തയ്യാറാക്കിയ ഒരു ടേമാണ് ഈ പറഞ്ഞ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദി പെർഫോമൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിക്കം ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ ആഫ്റ്റർ ഇറ്റ്സ് മേക്കിംഗ് ഡ്യൂ ടു സം ഇവൻറ്റ്സ് വിച്ച് ഈസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദ പാർട്ടീസ്. അതായത് കോൺട്രാക്റ്റിലുള്ള പാർട്ടികളുടെ കൺട്രോളിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് മൂലം ആ കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുക അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അൺലോഫുൾ ആവുക എന്നാണ് പറയുന്നത്. മേ ബി ലീഗൽ ഓർ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. രണ്ട് തരത്തിലുള്ള ഇമ്പോസിബിലിറ്റീസാണ് ഇവിടെയുള്ളത്. ഒന്നില്ലെങ്കിൽ ലീഗൽ ഇമ്പോസിബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആവാം. ഈ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് മൂലം പാർട്ടികൾക്ക് അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളവിടെ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് മൂലം പാർട്ടികൾക്ക് ആ കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേസസ് ഓഫ് സൂപ്പർവൈനിങ് ഓർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ. എന്നാൽ എന്താ ഇവിടെ പറയുന്നത്? ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻസ് സംഭവിച്ചു എന്ന് വിലയിരുത്തുന്ന സാഹചര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, ഡിസ്ട്രാക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. സെക്കൻഡ് പോയിൻ്റ്, ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പാർട്ടി. തേർഡ് വൺ, ചേഞ്ച് ഓഫ് ലോ. ഫോർത്ത് വൺ, ഡിക്ലറേഷൻ ഓഫ് വാർ. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്ട്രാക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. ഇഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രോയിഡ് വിത്തൗട്ട് എനി ഫാൾട്ട് ഓഫ് ദ പാർട്ടീസ്. എന്താണ് ഡിസ്ട്രാക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ എപ്പോഴും ഒരു സബ്ജക്റ്റ് മാറ്റർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തതിന് ശേഷം രണ്ട് പാർട്ടികളുടെയും മിസ്റ്റേക്ക് മൂലമല്ലാതെ ആ സബ്ജക്റ്റ് മാറ്ററിൽ നശിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണ് ആ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പാർട്ടി. എ പ്രോമിസി റിക്വയറിംഗ് പേഴ്സണൽ സ്കിൽസ് ആൻഡ് എബിലിറ്റി മേ ബിക്കം ഫിസിക്കലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമൻസ് ബൈ റീസൺ ഓഫ് ദ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദി സെയിം പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചില കോൺട്രാക്റ്റുകളുടെ പ്രോമിസ് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പേഴ്സണൽ സ്കിൽസ് ആൻഡ് എബിലിറ്റി ആവശ്യമാണ്. ഉദാഹരണത്തിന് മാരേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാരേജ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അതിലെന്താണ്, പ്രോമിസറി തന്നെയാണ് ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റുകൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആവുകയും പിന്നീട് ഇമ്പോസിബിൾ ആവുകയും ഒരുപക്ഷെ ആ ഒരു പാർട്ടി മരിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഇൻകപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലും എന്താണ് ഇവിടെ ഇമ്പോസിബിലിറ്റിയോ സൂപ്പർവൈനിങ് അല്ലെങ്കിൽ സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അവിടെ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ആ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ചേഞ്ചസ് ഓഫ് ലോ. ചേഞ്ചസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ. കോൺട്രാക്ട് വിച്ച് വാസ് ലോഫുൾ അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ഇറ്റ് ബട്ട് ബിക്കം അൺലോഫുൾ ലേറ്റർ ബൈ റീസൺ ഓഫ് ചേഞ്ചസ് ഇൻ ലോ. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അത് ലീഗലി പോസിബിൾ ആവും, ബട്ട് പിന്നീട് നിയമത്തിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റം കൊണ്ട് ആ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആവുന്ന കേസാണ് ഇവിടെ പറയുന്നത് ചേഞ്ചസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസുകളിലും നമുക്ക് എന്താണ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് വാർ.
When we is when war is declared, all pending contract with alien enemy remains suspended. It may be revived and enforced after the end of the war at the option of the government. അതായത് നമ്മൾ ഫോറിൻ കൺട്രീസുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വിദേശത്തുള്ളൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. ആ സമയത്താണ് നമ്മുടെ രാജ്യം ആ ഫോറിൻ കൺട്രിയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെട്ട ആ കോൺട്രാക്റ്റ് അത് യുദ്ധം കഴിയുന്നത് വരെ സസ്പെൻഡഡ് ആയിട്ട് പ്രഖ്യാപിക്കാമെന്നാണ് പറയുന്നത്. പിന്നീട് യുദ്ധത്തിന് ശേഷം ആ കോൺട്രാക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചില ഓപ്ഷൻസ് അനുസരിച്ച് ആ കോൺട്രാക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡായി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഫോറിൻ കൺട്രീസിലുള്ള ഒരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ കൺട്രി ഫോറിൻ കൺട്രിയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടെങ്കിൽ ആ യുദ്ധം കഴിയുന്നത് വരെ ആ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് നമുക്ക് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുകയും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വോയിഡായി തീരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കേസസ് വേർ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി നോട്ട് അപ്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിൻറ്റ് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്, സെക്കൻഡ് പോയിൻറ്റ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി, തേർഡ് വൺ ഡിഫാൾട്ട് ഓഫ് തേർഡ് പാർട്ടി, fourth one strikes, lockouts and civil disturbance, failure of one of the object or partial impossibility, last and final one self-induced impossibility. ഫസ്റ്റ് പോയിൻ്റ് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എ കോൺട്രാക്റ്റ് ഈസ് നോട്ട് ഡിസ്ചാർജ്ഡ് ബൈ റീസൺ ഓഫ് ദ ഫാക്റ്റ് ദി പെർഫോമൻസ് ഈസ് മോർ ഡിഫിക്കൽട്ട്, മോർ എക്സ്പെൻസീവ്, മോർ ബേർഡൻ, സം ഓർ ലെസ് പ്രോഫിറ്റബിൾ ദാൻ ദാറ്റ് എഗ്രീഡ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ വരില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി. പെർഫോമൻസ് കനോട്ട് എക്സ്ക്യൂസ്ഡ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് പവർ ഷോർട്ടേജസ് എക്സെട്ര. ഈ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റീൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് കോൺട്രാക്റ്റ് ഒരിക്കലും പെർഫോം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതായത് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലേബർ, പവർ ഓഫ് ഷോർട്ടേജസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചും നമുക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, agree to supply certain goods to B, but due to increase in the cost of raw materials and wages it does not beneficial to A to supply the goods at agreed rates. In this ground A cannot be excused for non-performance.
അപ്പോൾ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം നോക്കിയാൽ മതി. കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിലും അതിൻ്റെ അവൈലബിലിറ്റി കുറവ്, അതുപോലെ തന്നെ ലാബർ, പവർ ഷോർട്ടേജസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത് മൂലം നമുക്ക് എന്താണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് ആ ഒരു ടൈമിൽ എന്താണ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, default of third party. When a contract could not be performed because of the default of a third person on whose work or conduct the promisor relied, the promisor is not discharged on the ground of frustration. ഡിഫാൾട്ട് ഓഫ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാതെ മാറി നിൽക്കുക അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടീനെ പറയുന്ന പേരാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ പ്രോമിസറിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ തേർഡ് പാർട്ടീൻ്റെ പെർഫോമൻസിനെ ആശ്രയിച്ചായിരിക്കും. അത് കണ്ടീഷണൽ കോൺട്രാക്റ്റിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, നോർമൽ കോൺട്രാക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയിൽ ആ ഒരു ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തില്ല എന്ന് കരുതി പ്രോമിസർക്ക് അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയില്ല. തേർഡ് പാർട്ടി ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് പ്രോമിസർ അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻസ് തീർച്ചയായിട്ടും പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി പ്രോമിസർക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോമിസി ആ നഷ്ടം പരിഹരിച്ച് കൊടുക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്ട്രൈക്സ്, ലോക്കൗട്ട്സ് ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസസ്. Strikes by the workers or a lockouts by owners or outbreak of some civil disturbance which will not discharge the contract on the ground of supervening impossibility. സ്ട്രൈക്ക്, ലോക്കൗട്ട്സ് ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വർക്കേഴ്സ് സ്ട്രൈക്ക് നടത്തി അല്ലെങ്കിൽ ഓണേഴ്സ് ലോക്കൗട്ട്സ് നടത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിവിൽ ഡിസ്റ്റർബൻസ് അഥവാ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് നമുക്ക് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പെർഫോമൻസ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ സ്ട്രൈക്സ് അതുപോലെ തന്നെ ലോക്കൗട്ട്സ്, സിവിൽ ഡിസ്റ്റർബൻസസ് ഒന്നും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിൻ്റെ കീഴിൽ വരുന്നതല്ല. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പേരുകളൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിൻ്റെ കീഴിൽ വരുന്നതുമല്ല. നെക്സ്റ്റ്, ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ object or partial impossibility. When a contract is entered into several objects, failure of one of the objects does not terminate the contract. ഇവിടെ പറയുന്നത് അതായത് ചില കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഒബ്ജക്റ്റുകൾ കണ്ടുകൊണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫെയിലായാലും മറ്റുള്ള ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവുകയും അതുകൊണ്ട് നമുക്ക് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഫെയിലായാലും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, self-induced impossibility, where the impossibility is due to the default of the contracting party himself, the contract do not get discharged. ഇവിടെ പറയുന്നത് അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുമുള്ള മോശമായുള്ള പ്രവർത്തനം കൊണ്ട് മിസ്റ്റേക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ
എന്തെങ്കിലും തരത്തിലുള്ളൊരു മോശമായ പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് സൂപ്പർവൈസിങ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടികളിൽ ഏതെങ്കിലും ഒരാൾ സ്വയം അയാളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് സൂപ്പർവൈസിങ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്കായിരുന്നു. അത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈഡ് ആവുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ അപ്ലിക്കബിൾ അല്ലാത്ത സാഹചര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.